നമ്മൾ പലരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒന്നിനങ്ങോട്ട് ടൈം ശരിയാവണില്ല എന്നുള്ളത്. പക്ഷെ ഒരു ചോദ്യം, ശരിക്കും നമുക്ക് ടൈം ഇല്ലാത്തതാണോ പ്രശ്നം, അതോ ഈ പറഞ്ഞത് നമ്മളെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലാത്തതാണോ പ്രശ്നം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് റീചെക്ക് ചെയ്യാം. ഒന്ന് ചിന്തിച്ച് നോക്കി, ഡെയിലി 24 hours എല്ലാവർക്കും ഒരുപോലെയാണ്. ഒരു വലിയ ബിസിനസ്മാനും 24 hours, ഒരു സ്റ്റുഡൻറ്റിനും 24 hours, സാധാരണ ജോലി ചെയ്യുന്ന ഒരു കൂലിപ്പണിക്കാരനും 24 hours ഉള്ളൂ. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ടൈം നമ്മൾ എവിടെ ഉപയോഗിക്കുന്നു, എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാൻ നമുക്ക് ടൈമുണ്ട്, ഓരോ സീരീസ് കണ്ടു തീർക്കാൻ നമുക്ക് ടൈമുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിരിക്കാനും നമുക്ക് ടൈമുണ്ട്. പക്ഷെ ഒരു പുസ്തകത്തിൻ്റെ 10 പേജ് നമുക്ക് വായിക്കാൻ ടൈം കിട്ടണില്ല. ഒരു പുതിയ സ്കില്ല് പഠിക്കാൻ, നമ്മളെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ നമ്മൾ പറയും ടൈം കിട്ടണില്ല എന്ന്. സത്യത്തിൽ ടൈമില്ല എന്നുള്ളതല്ല പ്രശ്നം, നമ്മളെ പ്രയോറിറ്റി ലിസ്റ്റിൽ അതില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരാൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. അയാൾ എത്ര ബിസി ആണെങ്കിലും ആ മീറ്റിംഗ് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കും, ഉറപ്പാണ്. അതുപോലെ നമ്മളെ ഡ്രീമിനും ഹെൽത്തിനും ഫ്യൂച്ചറിനൊക്കെ നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണം. നമ്മൾ ടൈം കണ്ടെത്തുന്ന കാര്യങ്ങളിലാണ് നമ്മൾ ഗ്രോ ചെയ്യണത്. അതുകൊണ്ട് ടൈം ഇല്ല എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ഒരു പ്രാവശ്യം കൂടി നമ്മളോട് സ്വയം ഒന്ന് ചോദിക്കണം, ഇത് ശരിക്കും എനിക്ക് പ്രധാനപ്പെട്ടതാണോ? കാരണം ടൈം എല്ലാവർക്കും ഒരുപോലെയാണ്, പക്ഷേ പ്രയോറിറ്റിയാണ് ഒരാളെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, വെറുതെ ആവില്ല.